ആ വന്ന് കേറുമോളെ വേഗം കേറ്. ആരെയോ അന്വേഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരാന്ന്? നീ തന്നെ. ഞാനോ? ഞാനെന്തിനാ അന്വേഷിക്കുന്നത്? അപ്പോ എന്നെയാണോ തേടുന്നത്? നിന്നെയോ? നിന്നെ എന്തിനാ ഞാൻ അന്വേഷിക്കുന്നത്? ഞാനേ നീ എന്താ വലിയ ഹീറോ ആണോ? അറിയില്ല, എല്ലാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താ എന്നെ ഹീറോ പോലെ ഇല്ലേ? അല്ല, കണ്ണാടിയിലെ ശരിക്കും മുഖം കാണാറുണ്ടോ? സ്വയം സൗന്ദര്യം ഉണ്ടോന്ന് സംശയമുള്ളവരാ കണ്ണാടി നോക്കാറ്. വായിലിരിപ്പിന് ഒരു കുറവില്ല. നിന്നോട് സംസാരിച്ചിരിക്കുന്നേനെ എന്നെ വേണത്തല്ലേ. അല്ല, അതൊക്കെ പോട്ടെ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടന്നാലോ? നമ്മുടെ വിഷയോ? എന്ത് വിഷയം? അത് ശരി, ഞാൻ തനിക്ക് ബയോഡേറ്റ ഒക്കെ തന്നിട്ട് ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ കാണാൻ എന്നെ വിളിക്കാനൊക്കെ പറഞ്ഞതല്ലേ? ഹലോ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ച? ഞാൻ നിനക്ക് ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരണം. ഓ കൂൾ കൂൾ. ഇപ്പൊ എന്താ പ്രശ്നം? തന്നെ കൊണ്ടൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് തന്നെ പോലെ തന്റെയെങ്കിലും റേഞ്ചുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണിനെ തപ്പി തന്നൂടെ? എന്താ, നിനക്ക് എന്നെ പോലെ നല്ല അടിപൊളി പെണ്ണിനെ വേണോ അല്ലേ? അവന്റെ മുഖം കണ്ടില്ലേ? സത്യം പറയാണെങ്കി നീ എങ്ങനെ ഇരിക്കുന്നറിയോ? എങ്ങനെയായിരിക്കുന്നത്? നിനക്ക് വണ്ടല്ലൂർ അറിയോ? വണ്ടല്ലൂരോ? എനിക്കോ? നിനക്ക് വണ്ടല്ലൂരിലുള്ള സൂ അറിയോ? ആ സൂവില് ചെന്നിട്ട് മുന്നോട്ട് നടന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാ അവിടെ കിളി, മൈന, പ്രാവ് എല്ലാം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നേരെ ഇടത്തേക്ക് തിരിഞ്ഞാ കൊറേ കൂടുകൾ നിരന്നിരിക്കുന്ന കാണാം. അതില് 1 2 3 4 8ാമത്തെ കൂട് നോക്കി കഴിഞ്ഞാ അതിനകത്തുണ്ട് ഒരു വലിയ മനുഷ്യക്കുരങ്ങ്. അതുപോലെയാ നീ ഇരിക്കുന്നത്. കറക്റ്റാ. അതേ സൂല്, അതേ 8ാം നമ്പർ കൂട്ടില് അതേ മനുഷ്യക്കുരങ്ങ് ഒരു പെൺകുരങ്ങിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കുരങ്ങാണ് നീ. ഇന്നവൻ എന്റെ കയ്യില് കിട്ടട്ടെ, കൊല്ലുഞ്ഞ. ഹലോ ഹലോ മിസ്റ്റർ, എന്നെ പറ്റി എന്താ വിചാരിച്ച? നിന്നോട് ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചോ? ഞാൻ നോക്കിയിരിക്കായിരുന്നു. എവിടെ പോയാലും നീ എന്നെ ഫോളോ ചെയ്യും. കോളേജ് വരെ വന്നു. ബണ്ണെന്നും ചെമ്മണ്ണെന്നും ഒക്കെ പറഞ്ഞു. നല്ലൊരു പെണ്ണിനെ കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു. നിന്നെ പോലൊരു അടിപൊളി പെണ്ണാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല, നിന്റെ വിചാരം എന്താ? പറ. നീ പറയുന്നൊക്കെ സത്യാണോ? ഞാൻ തമാശക്ക് ആരെയും സ്നേഹിക്കാറില്ല. ദീപു, എന്തു പറ്റി മോളെ? ഉറക്കം വരുന്നില്ലേ? എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ നീ? അതൊന്നുമല്ലമ്മ, എന്താന്നറിയില്ല, ഓർക്കം വരുന്നില്ല, അത്രേ ഉള്ളൂ. നിന്നെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോന്നും നിനക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോന്നൊക്കെ ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ എന്റെ കൺമുന്നിലിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ എനിക്ക് മനസ്സിലാവില്ലെന്നാണോ വിചാരിച്ചത്? അങ്ങനെ ഒന്നല്ലമ്മ, അമ്മ പോയി കിടന്നുറങ്ങ. നീ ഉറങ്ങാതിരിക്കുമ്പോ
എങ്ങനെ മോളെ എനിക്ക് ഉറങ്ങാൻ പറ്റുക? എന്താ മോളെ? ഏ ഏ എന്തു പറ്റി? പനിയുണ്ടോ? ഒന്നുമില്ല അച്ഛാ. ആ ആ കിടന്നു മോളെ. കിടന്നു. വാ. ഉറങ്ങിക്കും മോളെ. അച്ഛാ, എന്താ മോളെ? നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ? ചോദിക്കാവോന്നോ? നീ എന്തിനാണ് ഈ അനുവാദമൊക്കെ ചോദിക്കാൻ നിൽക്കുന്നേ? അവള് ചോദിച്ചെന്തെങ്കിലും നീ വാങ്ങിച്ചു കൊടുക്കായിരുന്നിട്ടുണ്ടോ? ഞാനോ? ആ ഇല്ല, അവള് ചോദിച്ച എല്ലാം മേടിച്ചു കൊടുത്തല്ലോ. ഇല്ലേ പിന്നെന്താ മോളെ? മോളെ? എന്നോട് പറഞ്ഞല്ല ഞാൻ വാങ്ങിച്ചു തന്നിട്ടില്ലേ? പറഞ്ഞത് എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചോദിക്കും മോളെ, നീ ചോദിക്കേ. നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച കല്യാണം കഴിച്ചവരല്ലേ? അതിന് തെളിവായിട്ട മോളെ നീ ഉള്ളത്. എന്താ വേണ്ടെന്ന് വെച്ച് ചോദിക്ക്. നമ്മുടെ ഈ സ്നേഹം നമുക്കൊന്ന് ഷെയർ ചെയ്താലോ? ഷെയർ ചെയ്യാവുന്നോ? നമ്മുടെ 3 പേർക്കും ഇടയില് സ്നേഹം ഷെയർ ചെയ്യുന്നതില് എന്ത് കുറവാ വന്നേ? നിങ്ങള് പെർമിഷൻ തരുവാണെങ്കില് 4മതൊരാൾക്കും ഇത് ഷെയർ ചെയ്യാലോ. 4മതാളോ? ആരാ അത്? അതൊരു പയ്യനാ. പയ്യനോ? പയ്യനാണെന്നോ? എന്താടി ഇങ്ങനെ തപ്പുന്നേ? എനിക്ക് നിനക്ക് എനിക്ക് എനിക്ക് പ്രണയിക്കണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് പെർമിഷൻ തരുമോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ? എന്തുപറ്റി? എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? മക്കൾ എത്ര വളർന്നു വലുതായാലും നമുക്കെപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ പ്രേമവും കല്യാണമൊക്കെ വന്നാലേ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരൊക്കെ വലുതായെന്ന്. അതിരിക്കട്ടെ, ലോകത്ത് ഇന്ന് വരെ ഒരു മക്കളും ഞാൻ പ്രേമിച്ചോട്ടെ, പ്രേമിക്കാൻ പെർമിഷൻ തരാമെന്നൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ പെൺകുട്ടി നമ്മുടെ ദീപു ആയിരിക്കണം. അങ്ങനെ കേൾക്കുന്ന ആദ്യത്തെ അച്ഛനും അമ്മയും നമ്മൾ തന്നെയാണ്. നമ്മുടെ മകള് നമ്മളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? അതെ ഏട്ടാ, ഇതില് നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തവര്. എത്രയോ അച്ഛനമ്മമാർക്ക് തന്റെ മകള് പ്രണയിക്കുന്ന വിവരം മറ്റാളുകളിലൂടെയല്ലേ അറിയാനാവുക. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം, ചിലപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ നമ്മളുടെ മോള് പ്രണയിക്കുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കുന്നു. അവള് നമ്മുടെ മകളല്ലേ? നമ്മളുടെ അടുത്ത് അവൾക്ക് സ്നേഹവും ബഹുമാനവും വാത്സല്യവും എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യെസ് ആണല്ലേ? നോ ആണോ? അത് അങ്ങനെയൊന്നും എനിക്കറിയില്ല. യെസ് ആണോ നോയാണോ ആ ചെറുക്കൻ ഏതാണെന്ന് പോലും അറിയില്ല. ഇപ്പം നമ്മൾ യെസ് ആണ് പറയുന്നത് വിചാരിച്ചോ, നാളെ ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറിയാൽ നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപ് എന്തെങ്കിലും കടുങ്ങുകയോ ചെയ്താലോ? എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു പിടിയില്ല. നോക്ക, അവൾക്ക് ആ പയ്യനെ പറ്റിയും അവളുടെ പ്രണയത്തെ പറ്റി നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കില്ലേ നമ്മളോട് പെർമിഷൻ ചോദിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനോട് നേരിട്ട് പോയി സംസാരിക്കാം.
ഒരു പക്ഷെ നമ്മൾ അവനെ പോയി കണ്ട് ആ ചെറുക്കനെ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ ഇല്ല ഏട്ടാ, നമ്മുടെ മോള് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ മോളല്ലേ അവള്, നല്ല ആളെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്.